ഇതുവരെ വന്ന ഇന്ത്യൻ സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് 1000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത് എന്നൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതിന്. പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. നിലവിൽ 8 സിനിമകളുടെ ലിസ്റ്റാണ് ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 8ാം സ്ഥാനം തന്നെ നമുക്ക് നോക്കാം. അമീർ ഖാനിൻ്റെ ഒരു വമ്പിൻ സിനിമയായിരുന്നു ഡെങ്കൽ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമ. 142 ദിവസം കൊണ്ടാണ് സിനിമ 1000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 7ാം സ്ഥാനം നമ്മുടെ SRKൻ്റെ പത്താൻ എന്ന സിനിമയാണ്. 27 ദിവസം കൊണ്ടാണ് സിനിമ 1000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 6ാം സ്ഥാനം ഈ വർഷം പുറത്തിറങ്ങിയ കൽക്കി 2898 AD എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമ 26 ദിവസം കൊണ്ടാണ് 1000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 5ാം സ്ഥാനം നമ്മുടെ SRKൻ്റെ ജവാൻ എന്ന സിനിമയാണ്. 18 ദിവസം കൊണ്ടാണ് സിനിമ 1000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 4ാം സ്ഥാനം RRR എന്ന് പറഞ്ഞ സിനിമ രാജമൗലിൻ്റെ 17 ദിവസം കൊണ്ടാണ് സിനിമ 1000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 3ാം സ്ഥാനം KGF Chapter 2 എന്ന സിനിമയാണ്. 16 ദിവസം കൊണ്ടാണ് സിനിമ 1000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 2ാം സ്ഥാനം ബാഹുബലി എന്ന സിനിമയുടെ 2ാം ഭാഗമാണ് SS രാജമൗലി പ്രഭാസ് സിനിമ. ഓൾമോസ്റ്റ് 10 ദിവസം കൊണ്ടാണ് സിനിമ 1000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 1ാം സ്ഥാനം ഈ വർഷം ഡിസംബർ 5 പുറത്തിറങ്ങിയ അല്ലു അർജുൻ സിനിമയായ പുഷ്പ 2 ദ റൂൾ എന്ന സിനിമയാണ്. വെറും 7 ദിവസം കൊണ്ടാണ് ചിത്രം ഓൾമോസ്റ്റ് 1000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. എന്തായാലും സിനിമേൻ്റെ ഫൈനൽ കളക്ഷനിലായിട്ട് കാത്തിരിക്കുന്നത് ചെയ്യാം. നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ 1200 കോടി വരെ എത്തിയിട്ടുണ്ട് സിനിമേൻ്റെ ടോട്ടൽ കളക്ഷൻ ഇതുവരെയായിട്ട്. കാത്തിരിക്കാൻ നമുക്ക് സിനിമേൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട്. എന്തായാലും ഈ 7 ദിവസത്തെ ഈ റെക്കോർഡ് തകർക്കാൻ ഇനി ഏത് ഇന്ത്യൻ സിനിമയ്ക്ക് പറ്റുമെന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക. എന്തായാലും കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.